ഹായ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അത് റോസക്കമ്പ് എങ്ങനെ മുളപ്പിക്കുന്നതിനെ പറ്റിയാണ്. എനിക്ക് ഇതുപോലെ റോസക്കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു നെയ്ബർ കൊണ്ട് തന്നതാണ്, റെഡ് കളർ റോസാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുക, കടയിൽ നിന്ന് വാങ്ങി വയ്ക്കും, ചെടിച്ചട്ടിയകത്ത് അതൊക്കെ കളഞ്ഞ് വെച്ച് അങ്ങനെ പൂക്കളുണ്ടായത് വാങ്ങി വയ്ക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു റോസക്കമ്പ് നമുക്ക് കിട്ടി, അത് മുളപ്പിച്ച് അതിലേക്ക് ഒരു എന്താ പറയുക, അതിൽ നിന്നൊരു പൂ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ചെടികൾ നടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലെ റോസക്കമ്പ് എടുത്തിട്ട് നമ്മൾ അത്ര ഇലകളെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഒരു കമ്പല്ലേ നമുക്ക് കിട്ടിയ ഇലകളുള്ള ചെടിയായിട്ട് നിന്നത്, അതൊരു കമ്പ് എടുത്തതാണ്. അത് നമ്മൾ ഇലകളെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഏതെങ്കിലും പഴയ ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ കുപ്പി കട്ട് ചെയ്തോ അങ്ങനെ എങ്ങനെയും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതുപോലെ റോസക്ക തണ്ടിട്ട് വെക്കുക. തണ്ടിട്ട് അല്പം വെള്ളം മാത്രം മതി. ഇതുണ്ട്, ഇതിനകത്ത് അല്പം വെള്ളമുള്ളൂ. ഇത്രയും വെള്ളത്തിലിട്ട് വെക്കുക. വേര് സ്വല്പം മുങ്ങിയാൽ, തണ്ട് കുറച്ച് മാത്രം മുങ്ങിയാൽ മതി. അങ്ങനെ ഇതൊരു 15 ദിവസമൊക്കെ ആയ റോസക്കമ്പുകളാണ് കാണുന്നത്. 2 കമ്പുണ്ട്, രണ്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇലകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ വെയിലില്ലാതെ നമ്മൾ വീടിൻ്റെ വലിയ വെയിലടിക്കാത്ത സ്ഥലത്ത് ഇങ്ങനെ വെച്ചാൽ മതി. വീടിനകത്ത് വെച്ചിട്ട് കാര്യമില്ല, പുറത്ത് തന്നെ വെക്കണം. അങ്ങനെ വെച്ച ശേഷം ഇതുപോലെ നല്ല മുളപ്പുകൾ വരും. അതിന് ശേഷം മുളപ്പ് മാത്രമല്ല വരിക, ഒരു 20 ദിവസമൊക്കെ ആയി കഴിയുമ്പം ഇതുപോലെ വെള്ള വേര് വരുന്ന കാണാം. അപ്പോൾ ഞാൻ വേറൊരു ചെടിയിൽ ഇതുപോലെ വേര് വന്നേക്കുന്നത് കാണിക്കുക. ഇതുപോലെ തണ്ടിട്ടതാണ്. ഇതൊക്കെ ഒരുപോലെ ഇട്ടതാണ്. ഇതേപോലത്തെ ഒരു ചെടി കണ്ടില്ലേ, ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. ഇങ്ങനെ വേര് വന്നിട്ടുണ്ട്. അതുപോലെ അത്രയും കട്ടിയുള്ള വേര് വരില്ലേ പോലും ചെറിയ വേരുകൾ റോസക്കമ്പിൻ്റെ സൈഡിൽ വരും. റോസക്കമ്പ് ചെരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത ശേഷം അതിൽ വേര് വന്ന് അത് ചെടിയായി വന്ന് ആദ്യം നമ്മളിത് നേരെ കൊണ്ട് ചുമ്മാ ഇത് കുത്തരുത്. നമ്മൾ വിരൽ കൊണ്ടൊരു ചെറിയ മണ്ണിൽ നന്നായിട്ട് ഇളന്ന മണ്ണായിരിക്കണം. കൈ കൊണ്ടൊരു കെഴുത്തി ഇട്ടിട്ട് അതിൽ കണ്ട് വെച്ച് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുകയോ ചെയ്യുക. ആദ്യം ചെറിയ വെയിലുള്ള സ്ഥലത്ത് വെക്കുക. പിന്നീട് നന്നായി ഇലയൊക്കെ ആയി ചെടി ഒന്ന് ആ മണ്ണുമായിട്ട് അത് ഓക്കെ ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് സാധാ ചെടി വയ്ക്കുന്ന കൂട്ടത്തിൽ വയ്ക്കാം. പിന്നെ എന്നും അത് ഇലയായി തണ്ട് വലുതായി ചെടിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പൂക്കളൊക്കെ ഇട്ടോളും. ഞാൻ പിന്നെ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് മുട്ടത്തോടും സവോളയുടെ തൊലിയും ഉള്ളിയുടെ തൊലിയൊക്കെയാണ്. ഒത്തിരി നേടില്ല, അല്പം മാത്രം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏത്തയ്ക്കയൊക്കെ തൊലി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കും. അടച്ചു കുപ്പിക്കകത്താക്കി വെച്ചിട്ട് കുറച്ച് ദിവസം അത് നന്നായിട്ട് അതിൻ്റെ എല്ലാം സത്തും ഇറങ്ങി കഴിയുമ്പം ആ വെള്ളം ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഇടയ്ക്ക് ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ റോസ നന്നായിട്ട് പൂവിടും. എനിക്ക് ഒരുപാട് റോസകളുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ റോസയൊക്കെ പൂവിട്ട് കഴിയുമ്പം അടുത്തൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.